നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എവിടെ അന്വേഷണ റിപ്പോർട്ടുകൾ? ഏത് എന്നായിരിക്കും? നവീൻ ബാബു ADM മരണപ്പെട്ടിട്ട് മാസങ്ങളായിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം. വിവരാവകാശ രേഖകൾ പ്രകാരം, വിവരാവകാശ നിയമപ്രകാരം പോലും പുറത്തു കൊടുക്കരുത് എന്നാണ് കൊടുത്തിരിക്കുന്ന കർശന നിർദ്ദേശം. നമുക്കറിയാം, ലാൻഡ് റവന്യൂ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അന്വേഷണം നടത്തി. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. ഇവിടെ ടി വി പ്രശാന്ത് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി. എന്നിട്ട് ടി വി പ്രശാന്തിനെതിരെ എന്ത് നടപടി ഇവിടെ ഉണ്ടായത്? ടി വി പ്രശാന്തിനെ അവിടെ നിന്ന് ഉദ്യോഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നതൊഴിച്ചാൽ, കൈക്കൂലി കൊടുത്തു എന്ന് സ്വയം പറഞ്ഞിരിക്കുന്ന ടി വി പ്രശാന്തിനെ സംരക്ഷിച്ച് പിടിച്ചിരിക്കുകയാണ് പാർട്ടി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്ത് നടപടി ഉണ്ടായി? തന്നെ വന്ന് കണ്ട് കളക്ടർ പറഞ്ഞ എന്താണ്? അവിടെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ADM നവീൻ ബാബു അദ്ദേഹത്തിൻ്റെ ചേംബറിൽ ചെന്നതിന് ശേഷം അവിടെ കാര്യങ്ങൾ പറഞ്ഞു. ഇതുപോലെ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായി എന്ന് വീഴ്ച പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിർബന്ധിച്ച് അദ്ദേഹം നൽകിയ മൊഴിയാണത്. അപ്പോൾ കളക്ടർക്കെതിരെ നടപടി വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടും എന്തേ കളക്ടർക്കെതിരെ നടപടിയില്ലാത്തത്? അപ്പോൾ ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ, അല്ലെങ്കിൽ സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നടത്തിയ അതായത് ഉപതെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ ചില പൊടിക്കൈകൾ മാത്രമായിരുന്നു ഈ അന്വേഷണവും അന്വേഷണ റിപ്പോർട്ടും ഒക്കെ. അത് പുറത്തുവിടുന്നില്ല. മാധ്യമപ്രവർത്തകർ വിവരാവകാശ നിയമപ്രകാരം അത് അന്വേഷിച്ചാലും കൊടുക്കേണ്ട. ടി വി പ്രശാന്തിനെതിരായുള്ള അന്വേഷണ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ട. ഇതാണ് പറയുന്നത്. റവന്യൂ വിഭാഗത്തിൽ അന്വേഷിക്കുമ്പോൾ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കർശന നിർദ്ദേശമുണ്ടത്രേ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൊടുക്കേണ്ടത്. എന്തായിരുന്നു അപ്പോൾ ഉദ്ദേശം? ആർക്കു വേണ്ടി ആയിരുന്നു ഇത്തരത്തിലുള്ള അന്വേഷണ നാടകം കേരളത്തിലുണ്ടായത്? അങ്ങനെ തന്നെ പറയേണ്ടി വരും. അന്വേഷണ നാടകം എന്ന് തന്നെ പറയേണ്ടി വരും. ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. അവിടെ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കാൻ പാടില്ല. കുറ്റക്കാരെ എല്ലാം പാർട്ടി അന്വേഷിച്ച് ശിക്ഷിക്കാൻ പോകുന്നു എന്നൊരു പുകമറ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു പാർട്ടി ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ സർക്കാർ ഉദ്ദേശിച്ചത്. അതിൽ സർക്കാർ വിജയിക്കുകയും ചെയ്തു. CPM-നെ സംബന്ധിച്ചിടത്തോളം കൈകൊള്ളിയിട്ടില്ല. ചേലക്കരയിലെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല. അവിടെ പാലക്കാട് വോട്ട് വിഹിതം ഉയർത്താൻ കഴിഞ്ഞു CPM-നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് പാർട്ടിക്ക് നേട്ടമുണ്ടായി. 3ാം സ്ഥാനത്തേക്ക് വന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതവിടെ നിൽക്കട്ടെ നിൽക്കട്ടെ സംബന്ധിച്ചിടത്തോളം. അതേസമയം സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടാതിരുന്നു. അതായിരുന്നു ഏറ്റവും പ്രാധാന്യമുള്ളൊരു വിഷയം. ആ ചേലക്കര മണ്ഡലം നിലനിർത്താനും കഴിഞ്ഞു. പാലക്കാട് കുറച്ച് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനും പാർട്ടിയെ കൊണ്ട് കഴിഞ്ഞു, CPM-നെ കൊണ്ട് കഴിഞ്ഞു. ഇത് മാത്രമാണ് പാർട്ടി ഉദ്ദേശിച്ചിരുന്നത് ഈ അന്വേഷണ റിപ്പോർട്ടുകൾ കൊണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇവരെല്ലാവരും കുറ്റക്കാരാണ്, ഈ ജില്ലാ കളക്ടർ കുറ്റക്കാരനാണ്, നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നു, അയാൾ ഈ പറയുന്ന അഴിമതി നിരോധന നിയമപ്രകാരം അദ്ദേഹം ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അപ്പം ഇതൊന്നും പരിഗണിക്കാതെ, അവർക്കെതിരെ ഒരു നടപടിയും എടുക്കാതെ ഏകദേശം ആഴ്ചകളായി എന്തിനാണ് ഈ റിപ്പോർട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇരിക്കുന്നത്? ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? എന്ത് തരം സംരക്ഷണമാണ് ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്? അപ്പോൾ നവീൻ ബാബു എന്ന് പറയുന്ന ADM ഇതുവരെ ചെയ്തു കൂട്ടിയ നല്ല കാര്യങ്ങൾക്ക് വിലയില്ല, അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറല്ല എന്നാണോ? ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത സർക്കാരിനില്ല എന്നുള്ളതാണോ? അപ്പോൾ ഉദ്യോഗസ്ഥർക്ക് മേലെ കടന്നു കയറുന്ന ഇത്തരത്തിലുള്ള അധികാര അല്ലെങ്കിൽ രാഷ്ട്രീയ ഭ്രഷ്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ ധാർഷ്ട്യമുള്ളവർക്ക് ഈ സംസ്ഥാനത്ത് എന്തും കാണിക്കാം എന്നുള്ള ഒരു രീതിയാണോ സംസ്ഥാന സർക്കാർ വെച്ച് പുലർത്തുന്നത്? അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു മുന്നേറ്റം മറ്റു പാർട്ടികളിൽ നിന്നുണ്ടാവും. ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങും. ജനങ്ങൾക്കൊരു ചിന്താഗതി ഉണ്ടല്ലോ. ഈ പറയുന്ന ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? സ്വാഭാവികം, നമുക്ക് ചിന്തിക്കാം. സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇടതുപക്ഷം സ്വീകരിച്ച, അല്ലെ സർക്കാർ സ്വീകരിക്കുന്ന ചില നടപടികളാണ് ഇതെല്ലാം എന്ന്. അപ്പോൾ ഇതെല്ലാം പാർട്ടിയെ ഗുണകരമായിട്ടല്ല ബാധിക്കുക, ഇതെല്ലാം പാർട്ടിയെ ദോഷകരമായി ബാധിക്കും. വിവരാവകാശ നിയമപ്രകാരം പോലും ഇത് കൊടുക്കരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? അപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തിരക്കം പറയും മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന കേസായതുകൊണ്ട് തന്നെ ഇത് പുറത്തു കൊടുക്കാൻ കഴിയില്ല എന്ന് അവർ പറയുന്നു. അപ്പം ഈ റിപ്പോർട്ട് പിന്നെ ആർക്കു വേണ്ടി ഉണ്ടാക്കിയതാണ്? അപ്പോൾ ഇതിനകത്ത് ഇനി സ്വാഭാവികമായും ജനങ്ങൾക്ക് സംശയിക്കേണ്ടി വരുന്നത് ഈ റിപ്പോർട്ടിന്മേൽ തിരുത്തലുകൾ സംഭവിക്കാം. അപ്പോൾ അങ്ങനെ തിരുത്താൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണോ? ഇക്കാര്യം സർക്കാർ കൃത്യമായി ജനങ്ങൾക്ക് മുമ്പിൽ പറയണം. അപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഇനി കൃത്രിമത്വം കൊണ്ട് അട്ടിമറി ഉണ്ടായേക്കാം. അപ്പോൾ ഈ അട്ടിമറി ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും നവീൻ ബാബു എന്ന നീതിമാനായ ഒരു ADM-ന് അവിടെ നീതി ലഭിക്കാതെ പോകുന്നു, അവരുടെ കുടുംബത്തിന് നീതി ലഭിക്കാതെ പോകുന്നു. പകരം
ഈ അനാവശ്യ ഇടപെടലുകളിലൂടെ ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട പി ദിവ്യ എന്ന ഒരു നേതാവിന് സംരക്ഷണം നൽകുന്നു. ഒരു പാർട്ടി പ്രവർത്തകൻ കൂടിയായ TV പ്രശാന്തൻ എന്ന് പറയുന്ന കള്ളന് അവിടെ ഒരു തുടർന്ന് ഒരു തെറ്റും ചെയ്യാത്ത രീതിയിൽ കുറ്റവിമുക്തനായി മുന്നോട്ട് പോകാനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നു. ഈ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി കോടാലി പിടിച്ച് കൂടെ നിന്ന് ആ മൊഴി വരെ ADM-നെതിരായ മൊഴി വരെ സമർപ്പിച്ച ജില്ലാ കളക്ടർ ആയ ആൾക്കും അവിടെ മുന്നോട്ട് പോകാൻ കുറ്റവിമുക്തനായി മുന്നോട്ട് പോകാനുള്ള വഴിയൊരുക്കി കൊടുക്കുന്നു. ഇതാണോ അക്ഷരാർത്ഥത്തിൽ ഒരു സർക്കാർ സംവിധാനം ചെയ്യേണ്ടത്? അല്ല. ഇവരൊക്കെ കുറ്റക്കാരാണെങ്കിൽ ആ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാതെ ആ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികളാണ് ആവശ്യം. എന്തായാലും വൈകാതെ തന്നെ ഇത്തരം തുടർ നടപടികൾക്ക് വേണ്ടി കോടതി ഇടപെടാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു കാണുന്നുണ്ട്. ഇനി അതാ ഹൈക്കോടതി വിളിച്ച് ചോദിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ എന്തെങ്കിലും തീരുമാനം സർക്കാരിനുണ്ടോ? അതും കൂടി അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ ജനങ്ങൾ കാത്തിരിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇവിടെ വികസനത്തിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണു മൂടിക്കെട്ടാമെന്നുള്ള ധാരണയൊന്നും വേണ്ട. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പായി ഈ കാണിച്ചു കൂട്ടിയ നാടകങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കണം. ആ വ്യക്തമാക്കാനുള്ള ചുമതല സർക്കാരിൽ നിക്ഷിപ്തമാണ്. അതാദ്യം തിരിച്ചറിയുകയാണ് വേണ്ടത്.